ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നോക്കുന്നത്. ഇതിൽ അമേരിക്കയിൽ സെനറ്റിൻ്റെ ഉള്ളിൽ ഇൻ്റലിജൻസ് ചീഫ് കൊടുത്ത എക്സ്പ്ലനേഷനിൽ വളരെ വ്യക്തമായിട്ടൊരു ചോദ്യം അവിടെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം നിലവിൽ ഇറാൻ ആണവായുധം വികസിപ്പിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ആക്രമണങ്ങൾ ഇറാൻ്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനും ഇതേ സ്ഥിതി തന്നെയല്ലേ? പാകിസ്ഥാൻ്റെ ഉള്ളിലും ആണവായുധമുണ്ട്. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോരാഞ്ഞതിന് അവർക്ക് ചൈനയുടെ ബാക്കപ്പും കൂടിയുണ്ട്. ഇത് ഒരു തരത്തിൽ വലിയൊരു ഭീഷണി തന്നെയല്ലേ എന്നുള്ളൊരു ചോദ്യം. ഇതിന് ട്രംപ് എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് അമേരിക്കയുടെ സെനറ്റിൽ ഉന്നയിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഇൻ്റലിജൻസിൻ്റെ സൈഡിൽ നിന്നാണ് ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ട്രംപും അസീം മുനീറും തമ്മിൽ ഭയങ്കര ബന്ധമാണ്, ഊഷ്മളമായ ബന്ധമാണ്. അപ്പോൾ ഇതിന് ട്രംപ് ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ ഉടനെ പാകിസ്ഥാന് മേലൊരു ആക്രമണം നടത്തുമോ എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണഗതിയിൽ ഇൻ്റലിജൻസ്, അതായത് നിങ്ങൾ ഇറാന് മേൽ ആക്രമണം നടത്തുന്നുണ്ട്, പക്ഷേ ഇറാനേക്കാളും ഡേഞ്ചറാണ് പാകിസ്ഥാൻ. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ബിഹൈൻഡ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലിന് വേണ്ടിയിട്ട് തന്നെയാണല്ലോ യുദ്ധം നടത്തുന്നത് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സെനറ്റിൻ്റെ ഉള്ളിൽ രണ്ട് തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ് നടക്കുന്നുണ്ട്. അത് ഒരു കൂട്ടർ ഇസ്രായേലിന് വേണ്ടിയിട്ട് നടത്തുന്ന യുദ്ധമായിട്ട് ഇതിനെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലും, മറ്റൊരു കൂട്ടർ ഇത് ട്രംപ് നടത്തുന്നത് ആവശ്യമുള്ളൊരു യുദ്ധമാണ്, ഇത് ഗ്ലോബൽ പീസിന് വേണ്ടിയിട്ട് നടത്തുന്ന യുദ്ധമായിട്ട് ഇതിനെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള രണ്ട് സൈഡിലുള്ള ആർഗ്യുമെന്റ്സ് ആണ് നമുക്ക് US കോൺഗ്രസിന്റെ ഉള്ളിൽ ഇറാൻ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് പാകിസ്ഥാന്റെ ഈ ഒരു ആർഗ്യുമെന്റ് ഇന്റലിജൻസിന്റെ സൈഡിൽ നിന്ന് തന്നെ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇന്ത്യക്കുള്ളിൽ വളരെ വലിയ വാർത്തയായിട്ട് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാന്റെ പേര് അവിടെ വരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്കുള്ളിൽ ആ വാർത്തയ്ക്ക് നല്ല ഹൈപ്പുണ്ട്. പക്ഷേ റീസണബിൾ ആയിട്ടുള്ള ഒരു കൗണ്ടർ ക്വസ്റ്റ്യന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് അമേരിക്കയുടെ ഇൻ്റലിജൻസ് സെനറ്റിൻ്റെ ഉള്ളിൽ ഉന്നയിച്ചത്. ഇനി മൊസാദ് വെസ് IRGC, ഇത് വല്ലാത്ത രീതിയിൽ ഒരു ക്ലാഷ് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് മൊസാദിൻ്റെ പവർ ഈ യുദ്ധത്തിൽ വളരെ പ്രകടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു യുദ്ധം നടക്കുമ്പോഴും ഇത്തരത്തിൽ ഇൻഡയറക്റ്റായിട്ട് ഒരു കൂട്ടം ചീഫ് ലെവലിലുള്ള ഉദ്യോഗസ്ഥരെ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഇത് മൊസാദിൻ്റെ കൃത്യമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ മാസീവ് ആയിട്ടുള്ള എലിമിനേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. IRGCയുടെ സ്പോക്സ് പേഴ്സൺ പുള്ളിക്കാരനും എലിമിനേറ്റഡ് ആണ്. സ്പോക്സ് പേഴ്സൺ മാത്രമല്ല, അയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തിയും കൂടി എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നൈനിയാണ് കൊല്ലപ്പെട്ടത്. ഇയാളാണ് ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ. ഇയാളുടെ കീഴിൽ 2-3 അസിസ്റ്റന്റ് സ്റ്റാഫുകളുണ്ട്. അവരും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പ്രസ്താവനകൾ പുറത്ത് പറയാറുണ്ട്. പക്ഷേ ഈ സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ലീഗലായിട്ടുള്ള അപ്പോയിൻറ്റ് ഈ വ്യക്തിയാണ്. ഇന്ത്യക്കുള്ളിൽ മണിപ്പൂരിൽ ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തി, അതായത് മണിപ്പൂരിലുള്ള വിഘടനവാദി ഗ്രൂപ്പുകളെ ഡ്രോൺ ഉപയോഗിക്കാനും അതേപോലെ ഡ്രോൺ കൺസൈൻമെൻറ്റ് ഇന്ത്യയിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും സഹായിച്ചതായിട്ട് കണ്ടെത്തിയതിൻ്റെ പേരിൽ 6 ഉക്രൈനിയൻ പൗരന്മാരെയും ഒരു അമേരിക്കൻ പൗരനെയും NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡൽഹി എയർപോർട്ടിൽ വെച്ചിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവരെ കഴിഞ്ഞ 1.5 മാസം കൊണ്ട് കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 മുതൽ ഏതാണ്ട് 2000 ഫോറിനേഴ്സ് ഇതേപോലെ ഇല്ലീഗലായിട്ട് ഇന്ത്യക്കുള്ളിൽ ലീഗലായിട്ട് അവർ വന്ന് ഇറങ്ങുകയും മണിപ്പൂർ വഴിയും മിസോറാം വഴിയൊക്കെ ഇല്ലീഗലായിട്ട് ഇവർ മ്യാൻമർ സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതായത് മ്യാൻമറിൽ ജുങ്താ ഗാർഡ് ആർമിക്കെതിരെ, ചൈനീസ് ആർമിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ജുങ്താ ഗാർഡ് ആർമിക്കെതിരെ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യൻ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ഇവർ മണിപ്പൂരിലൂടെയും മിസോറാമിലൂടെയൊക്കെ മ്യാൻമറിലേക്ക് കടന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഇന്ത്യക്കുള്ളിലുള്ള ഹിഡൻ ഗ്രൂപ്പുകളെ, അതായത് മണിപ്പൂർ കലാപം പോലത്തെ വിഷയങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഹിഡൻ ഗ്രൂപ്പുകളെ ഡ്രോൺ ഉപയോഗിക്കാനും തന്നെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ടീമിൽ ഇനിയും 8 പേരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നാണ് NIAയുടെ വെളിപ്പെടുത്തൽ. ഇപ്പം നിലവിലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നവരെ മാർച്ച് 28-ാം തീയതി വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അവർ കൺഫസ് ചെയ്യുന്നുണ്ട്, അവർ ഈ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മാത്യു ആരോൺ വാൻറ്റക്കെ എന്ന് പറഞ്ഞ ഈ വ്യക്തിയാണ് അമേരിക്കൻ പൗരൻ. ഈ അമേരിക്കൻ പൗരൻ പിടിയിലായത് അമേരിക്കയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇന്ത്യ അമേരിക്കൻ പൗരനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തതിൽ അവർക്ക് വിയോജിപ്പുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് ബെനിഫിറ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു വ്യക്തി അമേരിക്കൻ പൗരനാണ്, ബാക്കിയുള്ള 6 പേരും ഉക്രൈനിയൻ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അതാത് രാജ്യങ്ങളുടെ എംബസിയെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഉക്രൈൻ ആണെങ്കിൽ ഇന്ത്യൻ ഇന്റലിജൻസ് അതേപോലെ തന്നെ NIAയുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഒരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ആണെന്നാണ് ഉക്രൈൻ്റെ വാദം.
ഓക്കെ, അതൊരു സൈഡിൽ നിൽക്കട്ടെ. അത് ഫാൾസ് ഫ്ലാഗ് ആണോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇന്ത്യയാണ് പറയേണ്ടത്, കാരണം ഇന്ത്യയിലാണല്ലോ അറസ്റ്റിലായിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയുടെ സൈഡിൽ നിന്നാണെങ്കിൽ അവർക്ക് ഈ വ്യക്തിയെക്കുറിച്ചൊന്നും പറയാനില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഇത് റഷ്യയുടെ ഇൻഫ്ലുവൻസിൽ ഇന്ത്യയുടെ NIA നടത്തിയ അറസ്റ്റാണെന്നാണ് അമേരിക്കയുടെ സൈഡിൽ പറഞ്ഞു വെക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 2 തരത്തിലാണ് 2 രാജ്യങ്ങളിൽ നിന്നും വരുന്ന കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ്, ഫേക്ക് നെറേറ്റീവ്സ്. അവിടുത്തെ മാധ്യമങ്ങൾ ഇപ്പോൾ തന്നെ ഇതിൻ്റെ പുറകിൽ ഇത്തരത്തിലുള്ള നെറേറ്റീവ് സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വെസ്റ്റേൺ മീഡിയകളുടെ നെറേറ്റീവ് അറിയാമല്ലോ, അത്തരത്തിലാണ് അവരുടെ എഴുത്തും കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ക്ലിയർ കട്ട് എവിഡൻസ് ഉണ്ട്, ക്ലിയർ എവിഡൻസ്. ഇവർ വന്ന് ഇറങ്ങിയതും ഇവർ പോയതും ഇവർ കോൺടാക്ട് ചെയ്ത വ്യക്തികളും ഇതെല്ലാം തന്നെ NIA കൃത്യമായിട്ട് മിസോറാം വഴിയും പല മാർഗങ്ങളിലൂടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് ജുങ്താഗാഡിൽ നിന്ന് വരെ ഇൻഫർമേഷൻ NIA കളക്ട് ചെയ്തിട്ടുണ്ട്. കളക്ട് ചെയ്തിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമായ തെളിവുകളോടുകൂടിയാണ് ഇന്ത്യ ഇവരെ പൂട്ടിയിരിക്കുന്നത്. ഇത് നല്ലൊരു പൂട്ടാണ്, അതിൽ യാതൊരു മാറ്റമില്ല. ഇനിയും 8 പേരെ കൂടി പിടിക്കാനുണ്ട്. അവർ ഇന്ത്യക്കുള്ളിൽ ഉണ്ടോ അല്ലെങ്കിൽ അവർ ഇന്ത്യയിൽ നിന്നും എക്സിറ്റ് ആയി പോയോ എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, 2000-ലധികം ഫോറിനേഴ്സ് ഇതേപോലെ 2024 ശേഷം ഇന്ത്യക്കുള്ളിൽ വരികയും അവർ ഇതുപോലെ മിസോറാം വഴിയും മണിപ്പൂർ വഴിയും മ്യാൻമറിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കയറി പോയിട്ടുണ്ട്. അങ്ങനത്തെ റെക്കോർഡൊക്കെ ഉണ്ട് ഇവിടെ. മണിപ്പൂരിലുണ്ടായ കലാപത്തിന്റെ പിന്നിൽ തിരികൊളുത്തിയ ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളതിന്റെ ചുരുളഴിയിക്കുന്ന ഒരു മെയിൻ ഇൻസിഡന്റ് ആയിട്ടാണ് ഇതിനെ NIA നോക്കിക്കാണുന്നത്. അത്തരത്തിലാണ് ഇൻവെസ്റ്റിഗേഷനും മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇന്ത്യൻ ഇന്റലിജൻസിനെ അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥ അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർ റഷ്യൻ ഇന്റലിജൻസിന്റെ ഇൻഫ്ലുവൻസോട് കൂടി ഇന്ത്യൻ ഇന്റലിജൻസ് നടത്തുന്ന ഒരു അറസ്റ്റായിട്ടാണ് ഇതിനെ ചിത്രീകരിക്കാൻ അവർ താല്പര്യപ്പെടുന്നത്. പക്ഷേ ഇന്ത്യൻ ഇന്റലിജൻസ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അത് അവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ അറസ്റ്റ് അതിനുള്ള ഉത്തരം കൊടുക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഇതുവരെ ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടത് 16 എയർക്രാഫ്റ്റുകളാണ്, ഇൻക്ലൂഡിംഗ് ഫൈറ്റർ ജെറ്റുകൾ. അപ്പോൾ ഈ നഷ്ടം ചില്ലറയല്ല, വലിയ തോതിലാണ്. ഡ്രോൺ മാത്രം ഏതാണ്ട് 330 മില്യൺ വർത്ത് വരുന്ന ഡ്രോൺ ഇറാന്റെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ആ നഷ്ടം അമേരിക്കയ്ക്കുള്ളതാണ്. മൊസാദ് ആണെങ്കിൽ IRGC പ്ലസ് ബസീജി ഈ കമാൻഡോകളെ തെരഞ്ഞു പിടിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കുകളാണ് നടക്കുന്നത്. IRGCയുടെ കീ ലീഡേഴ്സ്, ടോപ്പ് ലെവൽ ലീഡേഴ്സ് എല്ലാം തന്നെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി തുച്ഛമായ 1-2 പേര് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് ഈ മിസൈലിൽ മാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, മിസൈലുകൾ തടയാൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഏതാണ്ട് 300 മുതൽ 500 ലോഞ്ച് പാഡുകൾ അവരുടെ അടുത്തുണ്ട് എന്നാണ് ഇപ്പോൾ നിലവിലുള്ള വിവരം. അതായത് 300 മുതൽ 500 ലോഞ്ച് പാഡുകൾ. അതായത് ഈ ഒരു വാഹനത്തിൽ മിസൈൽ കൊണ്ടുവന്നിട്ട് എവിടെയെങ്കിലൊക്കെ നിർത്തിയിട്ട് ഡിപ്ലോയ് ചെയ്യുമല്ലോ, ആ ഡിപ്ലോയ്മെന്റ് വെഹിക്കിൾ, അത് ഏതാണ്ട് 500 എണ്ണം ഉണ്ടെന്നാണ് ഇപ്പം നിലവിൽ വരുന്ന വാർത്ത. ഏതാണ്ട് 250ഓളം ലോഞ്ച് പാഡുകൾ ഇസ്രായേലും അമേരിക്കയും അടിച്ച് തകർത്തിട്ടുണ്ട്. ഇനി ഹിഡൻ ഏരിയകളിൽ നിന്നാണ് ഇപ്പം മിസൈലുകൾ അവർ വിന്യസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇത്രത്തോളം IRGC ഉദ്യോഗസ്ഥരെ എലിമിനേറ്റ് ചെയ്തിട്ടും ഈ മിസൈൽ മാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ IRGC ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണ്. ഇവർക്ക് ഏതാണ്ട് 30 സംഘടനകളുണ്ട്. 30 സംഘടനകൾ, ഈ IRGCയുടെ കീഴിൽ 30 സംഘടനകൾ, അത് 30 കമാൻഡ് യൂണിറ്റുകളാണ്. חבר'ה, נפילה באושיון, איפה ברקון? היה פה נפילה באושיון. פצצה של החיים. അമേരിക്കയെ പോലെ സെൻട്രൽ കമാൻഡ് യൂണിറ്റ് അല്ല ഇറാൻ യൂസ് ചെയ്യുന്നത്. ഇറാൻ യൂസ് ചെയ്യുന്നത് ചെറിയ ചെറിയ സെഗ്രിഗേറ്റഡ് ഡിഫറെന്റ് കമാൻഡ് യൂണിറ്റുകളാണ്. അതായത് ഈ 30-ൽ പരം കമാൻഡ് യൂണിറ്റുകൾ ഇവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മിസൈൽ ഇസ്രായേലിലേക്കും മറ്റുള്ള രാജ്യങ്ങൾക്കും അയക്കുക എന്ന് പറയുന്നത് ഒരു റാൻഡം പ്രോസസ്സാണ്. അല്ലാതെ ഇസ്രായേൽ നടത്തുന്നത് പോലെ ഫൈറ്റർ ജെറ്റ് എടുത്തുകൊണ്ട് പോയിട്ടുള്ള പ്രിസൈസ് അറ്റാക്ക് അല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഓൾറെഡി തന്നെ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻഫർമേഷൻ അനുസരിച്ച് ഈ 30 IRGC കമാൻഡോ യൂണിറ്റുകളും കൃത്യമായിട്ട് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് പല വേവ് ഓഫ് അറ്റാക്സ് വരുന്നത്. കാരണം ഈ 30ഉം ഒരേപോലെ പ്രവർത്തിക്കില്ല. ചിലപ്പോൾ ഒരു 4 എണ്ണം ഇന്ന് പ്രവർത്തിക്കും, നാളെ ആയിരിക്കും മറ്റന്നാൾ പ്രവർത്തിക്കുന്നത്, അതിൻ്റെ മറ്റന്നാൾ 4 പ്രവർത്തിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസത്തേക്കും ഇവർ മുൻകൂട്ടി തന്നെ ഇത് പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് അവർ ഈ 30 ഡിഫറെൻറ്റ് കമാൻഡോ യൂണിറ്റുകളായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് ഈ മിഷൻ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മിഷൻ എന്നല്ല, IRGC ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട്
ഈ സീനിയർ ലെവലിലുള്ള ഉദ്യോഗസ്ഥരെ എല്ലാം എലിമിനേറ്റ് ചെയ്താൽ കൂടിയും മിസൈലുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് 2 more weeks ഞങ്ങൾക്ക് ആവശ്യം വരും. ഈ 2 more weeksൽ ഇറാന്റെ മിസൈൽ കേപ്പബിലിറ്റി ഇതിലും കൂടുതൽ തകർക്കാൻ കഴിയും. നിലവിൽ ഇറാന് ഒരു ആണവായുധം തട്ടിക്കൂട്ടാൻ ഒക്കില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത്. അതേപോലെ അവരുടെ ലോഞ്ച് പാഡുകളും മെജോറിറ്റി ഞങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. തുടർന്നും ഇസ്രായേൽ അവരുടെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോവാണ്. ഒരു 2 weeksൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുമെന്നാണ് ഇസ്രായേൽ ഇന്ന് പറഞ്ഞു വെക്കുന്നത്. അതേപോലെ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ യുദ്ധം ഒരുപാട് അങ്ങ് നീണ്ടുപോകത്തില്ല, maximum by 2 more weeks എന്നാണ് പറഞ്ഞിരിക്കുന്നത്. I think the question is, will the conditions be created for such a change? I think it's too early to say. And I think in the final account, as I said, it's up to the Iranian people to show that, to choose the moment and to rise to the moment. We can create the conditions, but they have to, they have to exploit those conditions at a certain point. It is often said that you can't do revolutions from the air. That is true. You can't do it only from the air. You can do a lot of things from the air, and we're doing, but there has to be a ground component as well. There are many possibilities for this ground component, and I take the liberty of not sharing with you all those possibilities. അബ്ബാസ് അരക്ചി UK-യുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. UK അടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ എയർബേസ് അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്നത് ശരിയല്ല. ഇനി അമേരിക്ക നിങ്ങളുടെ എയർബേസ് ഉപയോഗിക്കുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെയും നടപടിയെടുക്കും. നിങ്ങളുടെ രാജ്യത്തേക്കും ഞങ്ങൾ ഡ്രോണും ഇതുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭീഷണി തന്നെയാണ്. ചർച്ച നടത്തി UK ബേസ് അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്നതിനോടുള്ള വിയോജിപ്പ് പുള്ളിക്കാരൻ രേഖപ്പെടുത്തി. പോലെ ഒരു താക്കീതും നൽകിയിട്ടുണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഏതാണ്ട് 17 ഏരിയ അമേരിക്ക അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, 17 ലൊക്കേഷൻസിൽ. അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഓൾമോസ്റ്റ്, അതായത് ഇന്ന് ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്നത് കാർഗ് ഐലൻഡ് ഓപ്പൺ ആണ്, അവിടെ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല, ജസ്റ്റ് പൈപ്പ് ലൈനുകൾ മാത്രമാണുള്ളത്, അവിടെ എല്ലാം തന്നെ ഡാമേജ്ഡ് ആണ്. ഇനിയിപ്പം കാർഗ് ഐലൻഡ് ഓയിൽ സ്റ്റോറേജ് ചെയ്യുന്ന ടാങ്കുകളൊന്നും ഞങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കാർഗ് ഐലൻഡിനെ കൈവശപ്പെടുത്താം. അത്തരത്തിലുള്ള ഒരു ഫ്രീഡം അവിടെ ഉണ്ട് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. But we're doing this excursion, and when it's completed, we're going to have a much safer world. And the Prime Minister agrees with me on this. He considers it to be terrible what Iran did. I think every country does, just about every country does. Iran is a serious threat to the world, to the Middle East and to the world. I mean, and as you know, their leadership is gone. Their leaders are gone. They picked new leaders, they're gone. They picked new leaders, they're gone. And now they're looking for new leaders again. We can take out the island anytime we want. I call it the little oil island that sits there, so totally unprotected. And we've taken out everything but the pipes. We left the pipes because to rebuild the pipes would take years for them to do. But I would say, we are substantially ahead of schedule. പക്ഷേ ഇറാൻ നേരെ മറിച്ചാണ് അവകാശപ്പെടുന്നത്. ഈ കാർഗ് ഐലൻഡിനെ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി വളരെ വലുതായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് ഈ ക്വാഷ്യം എന്ന് പറഞ്ഞ ഒരു ഐലൻഡ്, അതേപോലെ ബന്ദർ അബ്ബാസിലൊക്കെ ഒന്നുമില്ല. ബന്ദർ അബ്ബാസിലൊക്കെ ഒരു എയർബേസ് ഒക്കെ ഉണ്ട്. ആ എയർബേസ് ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണ്. പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടമുണ്ടാക്കാൻ സാധിച്ചത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കാണ്. കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ, ഈ രാജ്യങ്ങൾക്കൊക്കെ വലിയ നഷ്ടം തന്നെയാണ്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇനിയും ഞങ്ങളുടെ അടുത്ത് ഒരുപാട് ആയുധങ്ങളുണ്ട്, ഞങ്ങൾ തുടരെ അയച്ചുകൊണ്ട് തന്നെയായിരിക്കും, ഞങ്ങൾ തുടരെ അത് അയച്ചുകൊണ്ടിരിക്കും. മിനിമം ഒരു 1 ഇയറിനെങ്കിലും ഞങ്ങൾ ഈ യുദ്ധം വലിച്ചഴിച്ച് കൊണ്ടുപോകും എന്നാണ് അവർ പറയുന്നത്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ ഇന്റർനെറ്റ് കേബിൾ പോകുന്നുണ്ട്. ആ ഇന്റർനെറ്റ് കേബിൾ IRGC കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടി അമേരിക്കയുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്നിട്ട് ഏതാണ്ട് 10 മുതൽ 15 UAV അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, അതായത് ഇറാന്റെ ഉള്ളിൽ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് അയച്ചു വെച്ച അൺമാൻഡ് ഏരിയൽ വെഹിക്കിളാണ്. ഇത് ഇറാൻ അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നഷ്ടവും കൂടി ഇസ്രായേൽ കണക്കാക്കുന്നുണ്ട്. ഇത് ഒരു ചാലഞ്ച് സൃഷ്ടിക്കുന്നുണ്ട്. കാരണം അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ വിട്ടിട്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നത്. ആ ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ ഗ്യാദറിങ്ങിൽ, കാരണം ഇറാനിൽ തെഹ്റാൻ്റെ ഉള്ളിൽ പല സ്ട്രീറ്റ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഇസ്രായേൽ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ സിറ്റികളിലും ഇത് സാധ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അതുകൊണ്ട് തന്നെ പല ഏരിയയിലും ഇവർ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് ഇതേപോലെ ഡ്രോൺ അയച്ചിട്ടാണ്. അപ്പോൾ ഈ ഡ്രോണുകളെ അവർ അടിച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 10 മുതൽ 15, യുദ്ധം തുടങ്ങിയിട്ട് 20 ദിവസമായി, അതിൽ ഓൾമോസ്റ്റ് 15 ഡ്രോണുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റ്. ലിറ്റാനി റിവർ ഉൾപ്പെടെ ലെബനന്റെ ഉള്ളിൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ അറസ്റ്റ് ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് വിടാപ്പിടിയായിട്ടുള്ള നിലപാടെടുത്തിരുന്ന ആളാണ് ഈ ഫ്രാൻസിന്റെ ഫോറിൻ മിനിസ്റ്റർ. ഈ പുള്ളിക്കാരൻ കഴിഞ്ഞ തവണ ഇസ്രായേലിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഇസ്രായേൽ എയർപോർട്ടിൽ നിന്ന് തന്നെ മടക്കി അയക്കുകയാണ് ചെയ്തത്. നിനക്കിവിടെ എൻട്രി ഇല്ല, സ്ഥലം കാലിയാക്കുമെന്ന് പറഞ്ഞു. ഇയാളെ മാത്രമല്ല, ഇയാളോടൊപ്പം വന്ന 27 ഡെലിഗേറ്റ്സിനെയും മടക്കി അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ ഗാസ സന്ദർശിക്കാനാണ് വന്നതെന്ന്. അപ്പോൾ ഇന്ന് റീസൺ വേറെയാണ്. ഇന്ന് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത് ഇസ്രായേലുമായിട്ടൊരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്,
ഫ്രാൻസ് സംസാരിക്കേണ്ടത് ഇസ്രായേലുമായിട്ടല്ല, ഫ്രാൻസ് ശരിക്കും സംസാരിക്കേണ്ടത് ഹെസ്ബുള്ളയുമായിട്ടാണ്. ഹെസ്ബുള്ളയുമായിട്ട് ഹെസ്ബുള്ളയെ ഇത്തരത്തിലുള്ള പ്രോക്സി വാറുകൾ നടത്തരുത്, അതേപോലെ തന്നെ നിങ്ങൾ പിന്മാറണം, ലെബനാൻ ഗവൺമെന്റിന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം എന്നുള്ള രീതിയിൽ ലെബനാൻ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഹെസ്ബുള്ളയുമായിട്ടാണ് ചർച്ച നടത്തേണ്ടത്. അല്ലാതെ ഇസ്രായേലുമായിട്ട് ചർച്ച നടത്തിയിട്ട് യാതൊരു കാര്യമില്ല. ഇസ്രായേൽ തുരുതര അങ്ങ് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഗ്രൗണ്ട് ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ലെബനാന്റെ ഉള്ളിൽ. ഇസ്രായേലിന്റെ 7 മെർക്കാവ ടാങ്കുകൾ ഹെസ്ബുള്ള റോക്കറ്റ് അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. മെർക്കാവ ടാങ്ക് 7 മെർക്കാവ ടാങ്കുകളെ ഡാമേജ് ചെയ്തിട്ടുണ്ട് ഹെസ്ബുള്ള ടീമുകൾ. ഗ്രൗണ്ട് ഓപ്പറേഷനിൽ ഇങ്ങനത്തെ ചാലഞ്ചസ് ഒക്കെ ഉണ്ടാവും, സ്വാഭാവികം. പക്ഷേ ഇസ്രായേൽ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ലെബനാന്റെ ഉള്ളിൽ അങ്ങ് ബെക്കാവേൽ ഇവരെ പോയി അടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. CIA രഹസ്യമായിട്ട് 440 കിലോ യുറേനിയം, എൻറിച്ച്ഡ് യുറേനിയം ഇറാന്റെ കയ്യിലുണ്ട് എന്നുള്ളത് ഉറപ്പിച്ചങ്ങ് പറയുകയാണ് അമേരിക്കൻ CIA. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്ന വിശദമായിട്ടുള്ള വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ അതിനകത്ത് റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇറാഖിന്റെ സൈഡിൽ നിന്നും, അല്ലെങ്കിൽ ഇറാഖ്, കുവൈറ്റ്, ഖത്തർ, ഈ 3 രാജ്യങ്ങളാണ് CIA അവരുടെ ഓപ്പറേഷൻ പോയിന്റ് ആയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇറാഖിന്റെ സൈഡിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സാധ്യത. കാരണം അവിടെ എർബിലിൽ അമേരിക്കയുടെ ബേസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ്, അത് മാക്സിമം പോസിബിലിറ്റീസ്, എവിടെയൊക്കെ യുറേനിയം എൻറിച്ച്ഡ് യുറേനിയം എവിടെയൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ, ആ പോസിബിൾ ലൊക്കേഷൻസ് അവർ ആ മാപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അവർ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇറാഖിന്റെ ബോർഡറിൽ നിന്നും തെഹ്റാൻ 466 കിലോമീറ്റർ, അത് കഴിഞ്ഞാൽ ഹമീദിയാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയും ഇതേപോലെ ഒരു ഫെസിലിറ്റി ഉണ്ട്, ന്യൂക്ലിയർ ഫെസിലിറ്റി. അവിടെയും സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതും CIAയുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണ്. അത് ഇറാഖിന്റെ ബോർഡറിൽ നിന്നും 365 കിലോമീറ്റർ ആണ്. അതുപോലെ ഇറാഖിന്റെ ബോർഡറിൽ നിന്നും ഫോർദോ 450 കിലോമീറ്റർ ആണ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന നറ്റാൻസ് 568 കിലോമീറ്റർ. അത് കഴിഞ്ഞാൽ ഇഷ്ഫഹാൻ 588 കിലോമീറ്റർ. അപ്പം ഈ ഏരിയയൊക്കെ ഇറാഖിന്റെ സൈഡിൽ നിന്ന് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ സീക്രട്ട് ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. കുവൈറ്റിൽ നിന്നും 273 കിലോമീറ്റർ ബഷരീർ എന്ന് പറഞ്ഞ ആ ന്യൂക്ലിയർ പ്ലാന്റിന് അവിടെയും വെച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ ഇമീഡിയറ്റ് ആയിട്ട് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും രഹസ്യമായിട്ട് ഇത് കൈമാറണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പോർട്ട് സൈഡിലുള്ള ന്യൂക്ലിയർ പ്ലാന്റുകളിൽ സൂക്ഷിച്ചു വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും കൂടി CIAയുടെ വിലയിരുത്തലാണ്. അതുപോലെ ഖത്തറിൽ നിന്നും ഈ ന്യൂക്ലിയർ പ്ലാന്റ് ലൊക്കേഷനിലേക്കുള്ള ഡിസ്റ്റൻസ് 312 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പം ഈ മാതൃകയിൽ രഹസ്യമായിട്ടുള്ള പദ്ധതി CIA ഒരുക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും നൈസിന് ഇത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഈ 440 അല്ലെങ്കിൽ 480 കിലോഗ്രാം എൻറിച്ച്ഡ് യുറേനിയം എന്ന് പറയുന്നത് യുറേനിയം മാത്രമല്ല, ഇപ്പം ശരിക്കും ഇത് 30 സിലിണ്ടറുകളിലാണ് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് ഈ 30 സിലിണ്ടറുകൾ കൂടി ചേർന്നിട്ട് 2 ടൺ വെയിറ്റ് വരും എന്നാണ് പറയുന്നത്. 2 ടൺ, ഏതാണ്ട് 2000 കിലോഗ്രാം വരും. അപ്പം ഇത് എങ്ങനെയാണ് സീക്രട്ട് ആയിട്ട് ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് ഇറാന്റെ ഉള്ളിൽ നിന്നും ഇത് ലിഫ്റ്റപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഇത് റോഡ് മാർഗമോ ഏത് മാർഗത്തിലൂടെയെങ്കിലും ഇതിനെ രഹസ്യമായിട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ചാലഞ്ച്. ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ യുദ്ധം നിർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. They don't know what's happening. Their Navy's gone, their Air Force is gone, their anti-aircraft is all gone, it's all gone, their radar is all gone, their leaders are all gone, the next set of leaders are all gone, and the next set of leaders are mostly gone, and now nobody wants to be a leader over there anymore. We're having a hard time. We want to talk to them, and there's nobody to talk to. We have nobody to talk to, and you know what? We like it that way. അമേരിക്കയാണെങ്കിൽ ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്നറിയാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഇതിനെ ഒരു ബ്ലൈൻഡ് ഫ്യൂരി എന്നും കൂടി വിശേഷിപ്പിക്കുന്നുണ്ട്. ദ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ പത്രമാണ് ഈ യുദ്ധത്തിനെ ബ്ലൈൻഡ് ഫ്യൂരി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്നായിരുന്നല്ലോ ഈ ഒരു ഓപ്പറേഷന്റെ പേര്. അപ്പോൾ അതിനെ മോക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നതാണ്. കാരണം യുദ്ധം എങ്ങനെ നിർത്തണം എന്നുള്ളത് അറിയത്തില്ല. ആ യുദ്ധത്തിന്റെ കൺട്രോൾ അമേരിക്കയുടെ കയ്യിലല്ല, യുദ്ധത്തിന്റെ കൺട്രോൾ ഇസ്രായേലിന്റെ കയ്യിലാണ്. الله عاد نسبح الوري يا لطيف. ഇസ്രായേലിനെ അറിയാൻ പറ്റൂ എപ്പോൾ നിർത്തണം എപ്പോൾ തുടങ്ങണം എന്നുള്ളതൊക്കെ. ഇസ്രായേൽ പൂർണ്ണ കോൺഫിഡന്റ് ആണ്, 200% കോൺഫിഡന്റിലാണ് ഇസ്രായേൽ തകൃതിയായിട്ട് ആക്രമണങ്ങൾ ഇറാന്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.